അപ്പോൾ ഇന്ന് മിസ് വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒറ്റ വീഡിയോയിൽ സെറ്റാക്കി തരാനായിട്ടാണ്. എൻ്റെ മക്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ ഫുൾ സെറ്റാക്കി എടുത്തിരിക്കും. ഈ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അതിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. പിടിച്ചോളൂ. യെസ്, പ്രോബ്ലം ഓഫ് ചോയ്സസ് അറൈസ് ഔട്ട് ഓഫ് ഡാഷ്. സ്കാസിറ്റി ഓഫ് റിസോഴ്സസ് ആണോ, അബണ്ടൻസ് ഓഫ് റിസോഴ്സസ് ആണോ, അതോ ലിമിറ്റഡ് വോൺസ് ആണോ, അതോ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണോ? നമുക്കറിയാം എന്ത് കാരണമാണ് വരുന്നത്. യെസ്, സ്കാസിറ്റി ഓഫ് റിസോഴ്സസ് കാരണമാണ് പ്രോബ്ലം ഓഫ് ചോയ്സസ് വരുന്നത് അല്ലേ. നമുക്കറിയാം നമുക്ക് എന്താ നമ്മുടെ റിസോഴ്സസ് ഭയങ്കര അൺലിമിറ്റഡ് ആയതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഇസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ഡാഷ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ആ ഒരു പ്രശ്നം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. നോക്കിയേ, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ആണോ, സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണോ, അതോ പ്രൈസ് ഡിറ്റർമിനേഷൻ ആണോ? നമുക്കറിയാം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിലേറ്റഡ് വിത്ത് ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ. ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണെന്നാണ് ചോദ്യം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, നൺ ഓഫ് ദീസ്. നമുക്കറിയാം എന്താണ് ഹൗ ടു പ്രൊഡ്യൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്താ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി നമുക്ക് ഉണ്ട്. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. PPCയുടെ ഷേപ്പ് ആണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് PPCയുടെ ഷേപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ PPC എങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. കോൺവെക്സ് ടു ദി ഒറിജിൻ ആണോ, അതോ കോൺകേവ് ടു ദി ഒറിജിൻ ആണോ, അതോ ഹൊറിസോണ്ടൽ ആണോ, അതോ വെർട്ടിക്കൽ ആണോ? നമുക്കറിയാം എന്താണ് കോൺകേവ് ടു ദി ഒറിജിൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ PPC അഥവാ PPCയുടെ മറ്റൊരു പേര് എന്താണ് PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും കൂടി നമ്മൾ അതിനെ വിളിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മെൻഷൻ ദ അപ്രോപ്രിയേറ്റ് ടേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് വിച്ച് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സ്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? യെസ്, നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെ. എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്നാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്നത്. ആഗ്രിഗേറ്റ് സ്റ്റഡി ആണെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റഡി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, യെസ്, ദേ നോക്കിക്കോളൂ അടുത്ത ക്വസ്റ്റ്യൻ. പ്രൈസ് മെക്കാനിസം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഡാഷ്. പ്രൈസ് മെക്കാനിസം എന്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ ആണോ, അതോ മാർക്കറ്റ് ഇക്കോണമിയുടെ ആണോ, അതോ മിക്സഡ് ഇക്കോണമിയുടെ ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം എന്താണ് മാർക്കറ്റ് ഇക്കോണമിയുടെ ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, അങ്ങനെയെങ്കിൽ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്കറിയാം ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഏകദേശം 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ 12 മാർക്സും എന്താണ്, ചിലപ്പോൾ അതിൽ 8 മാർക്ക് എസ് എ ആയിരിക്കും, ചിലപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ 1 മാർക്കിൻ്റെ 2-3 എണ്ണം ഉണ്ടായിരിക്കും, ചിലപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. വെൻ ദ ഇൻകം ഇൻക്രീസസ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ടുവേർഡ്സ് ഡാഷ് എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ്, ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് വിചാരിക്കുക. നമ്മുടെ ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് ചോദ്യം. യെസ്, ഓഫ് കോഴ്സ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ. റൈറ്റ് വേർഡ്സ് ആണ് എന്ത് ഷിഫ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻകം കൂടുന്ന കേസിൽ ആണെങ്കിൽ. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ആൻഡ് അടുത്ത നോക്കിയേ. ഇഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുകയാണ്, അപ്പോൾ നമ്മുടെ ഇൻഫീരിയർ ഗുഡ്സിന് എന്താണ് സംഭവിക്കുക? അതിൻ്റെ ഡിമാൻഡ് കൂടുമോ അതോ കുറയോ? എന്താണ് സംഭവിക്കുക? നോക്കിയേ, ഇൻക്രീസ്, കോൺസ്റ്റന്റ്, ഡിക്രീസ്, നൺ ഓഫ് ദിസ്. നമുക്കറിയാം എന്താണ് ഡിക്രീസ് ആണ് ഉണ്ടാവുക അല്ലേ. നമ്മുടെ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 25,000 ആണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് എന്താ, നമ്മളപ്പം 25,000 ആയപ്പോൾ നമ്മൾ ഓർത്തു എന്നാൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാം എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ വിചാരിക്കും. ഓക്കെ, പെട്ടെന്ന് നമ്മുടെ എന്താ, നമുക്കൊരു സാലറി ഹൈക്ക് വന്നു, നമുക്ക് ഏകദേശം ഒരു 50,000 ആയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ, പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുമോ? ഇല്ല. അതിനോടുള്ള ഡിമാൻഡ് എന്ത് സംഭവിക്കും? അതിനുള്ള ഡിമാൻഡ് കുറയും. യെസ്, അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇതിൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് P1x1 + P2x2 = M. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. P1 എന്ന് വെച്ചാൽ എന്താണ് പ്രൈസ് ഓഫ് ഗുഡ് 1, x1 എന്ന് വെച്ചാൽ എന്താ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1, P2 എന്ന് വെച്ചാൽ എന്താ പ്രൈസ് ഓഫ് ഗുഡ് 2, x2 എന്ന് വെച്ചാൽ എന്താ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2, M എന്ന് പറഞ്ഞാൽ എന്താണ്? M എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ആണ്. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. വോണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി. എന്താണ്
ഡിമാൻഡ് ആണോ, സപ്ലൈ ആണോ, പ്രൊഡക്ഷൻ ആണോ, അതോ യൂട്ടിലിറ്റി ആണോ? യെസ്, നമുക്കറിയാം എന്താണ് യൂട്ടിലിറ്റി ആണ് അല്ലേ. നമുക്കിപ്പോൾ നല്ല വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്താ ഭക്ഷണം കിട്ടിയ എന്താ ആ ഭക്ഷണത്തിന് എന്തിൻ്റെ കഴിവുണ്ട്, നമ്മുടെ വോണ്ട്, നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ fall in demand by the rise in price is called dash. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണോ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണോ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണോ, അതോ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണോ? എന്താ സംഭവിക്കുക, ഡിമാൻഡ് കുറയും. എന്ത് കാരണം, നമ്മുടെ പ്രൈസിലുണ്ടായ കൂടുതൽ കാരണം, പ്രൈസ് കൂടിയത് കാരണം ഡിമാൻഡ് കുറയുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഇസ്. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിക്, നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് 5 ടൈപ്സ് ഉണ്ട്. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. എ സ്ട്രെയിറ്റ് ലൈൻ ടു വൈ ആക്സിസ് ആണോ, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണോ, സ്ട്രെയിറ്റ് ലൈൻ ടു എക്സ് ആക്സിസ് ആണോ, ആൻഡ് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നമുക്കറിയാം എങ്ങനെയാണ് ഇരിക്കുന്നത്. യെസ്, നോക്കിയേ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. എങ്ങനെയാണ് നമ്മുടെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഇരിക്കുന്നത്? യെസ്, നോക്കിയേ, എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. യെസ്, അപ്പോൾ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വരച്ച് നോക്കുക, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആൻസർ എഴുതുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് ദ ഡിമാൻഡ് കർവ് ഇസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണത്? നോക്കിയേ, ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ED = 1 അല്ലേ മക്കളെ? യെസ്, അപ്പം 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെയും കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും രണ്ട് എക്സാമ്പിൾ വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? പകരം, ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്, അത്ര തന്നെ. നമുക്ക് എന്താ എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം മക്കളെ? ഇത് നോക്കിക്കോളൂ, ടീ ആൻഡ് കോഫി എഴുതാം. ഓക്കെ, ടീ ആൻഡ് കോഫി എഴുതാം. പിന്നെന്താ, കോക്ക് ആൻഡ് പെപ്സി, ഇത് രണ്ടും എഴുതാമല്ലോ. കോക്ക് ഇല്ലെങ്കിൽ പെപ്സി, പെപ്സി ഇല്ലെങ്കിൽ കോക്ക്, അങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ആൻഡ് കോംപ്ലിമെന്ററി നോക്കുവാണെങ്കിലോ നമുക്ക് എന്ത് എഴുതാം? ബ്രെഡ് ആൻഡ് ജാം എഴുതാം. ഓക്കെ, എന്താണ്? ബ്രെഡ് ആൻഡ് ജാം എഴുതാം. അതേപോലെ എന്താണ്? കാർ ആൻഡ് പെട്രോൾ നമുക്ക് എഴുതാം. കാർ ആൻഡ് പെട്രോൾ. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് മെൻ ബൈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? Cardinal utility analysis is an analysis that can be measured in numbers. അതാണ് എന്തെന്ന് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇനി നമുക്ക് ഒന്നും കൂടി ഉണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതെന്താണ്? നമുക്കൊന്നെങ്കിൽ റാങ്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ അത് അറേഞ്ച് ചെയ്യാം. നമ്പേഴ്സിൽ നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയും നമുക്ക് ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോളൂ. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, പാരലൽ ടു എക്സ് ആക്സിസ് ആണോ, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, വെർട്ടിക്കലി ആണോ? വെർട്ടിക്കൽ ഷേപ്പിലാണോ? നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് അല്ലേ. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഷിഫ്റ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്, IC കർവ് എന്ന് പറയുന്നത് അല്ലേ. യെസ്. ആൻഡ് അടുത്ത് നോക്കിയേ, വിച്ച് ഇസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഇതിൽ ഇൻഡിഫറൻസ് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്തെന്നാണ് ചോദ്യം. ഫസ്റ്റ് ആണ് നോക്കിയേ, ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ, ഇൻഡിഫറൻസ് കർവ് ആർ നെഗറ്റീവ്ലി സ്ലോപ്പ്, ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ഈച്ച് അതർ, a higher indifference curve represent a higher level of satisfaction. Of course നമുക്കറിയാം ഏതാണ് തെറ്റെന്ന് പറയുന്നത്, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും 2 ഇൻഡിഫറൻസ് കർവ് ഒരു ഗ്രാഫിലുണ്ടെങ്കിൽ അത് ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? നെവർ ഇന്റർസെക്ട് അല്ലേ. നോക്കി, ഇൻഡിഫറൻസ് കർവ് ഇന്റർസെക്ട് ഈച്ച് അതർ, അതാണ് അല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്. നമുക്ക് എന്താ ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്നാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ടീ ആൻഡ് കോഫി ആർ ഡാഷ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണോ, ക്യാപിറ്റൽ ഗുഡ്സ് ആണോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണോ, അതൊന്നാണോ? ടീ ആൻഡ് കോഫി, ടീ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിഫർ ചെയ്യും? കോഫി പ്രിഫർ ചെയ്യും. കോഫി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിഫർ ചെയ്യും? ടീ പ്രിഫർ ചെയ്യും. അപ്പോൾ ഇതെന്താണ്? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങുക.
മാർക്കറ്റ് ഇക്വിലിബ്രിയം. നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ, ദേ പിടിച്ചോളൂ. വാട്ട് ഡു യു മീൻ ബൈ എന്താ മാർക്കറ്റ് ഇക്വിലിബ്രിയം? മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒന്നുമില്ല, മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റ്, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ഇക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഇക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. അപ്പം നമുക്ക് ഗ്രാഫ് കൂടെ മിസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഇത് നോക്കിക്കോളൂ. നമ്മുടെ ഡിമാൻഡ് കർവും അതേപോലെ സപ്ലൈ കർവും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ്, ഇത് ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ മാർക്കറ്റ് എക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റ്. യെസ്, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. QD ഈസ് ഇക്വൽ ടു 85 മൈനസ് P. QS is equal to 70 plus P. The equilibrium price here is dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 ആണോ 2 ആണോ 4 ആണോ അതോ നൺ ഓഫ് ദീസ് എന്നാണോ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താ? QD is equal to QS എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 85 മൈനസ് P is equal to 70 പ്ലസ് 2P എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എന്താ? P പ്ലസ് 2P വരും ആൻഡ് 85 മൈനസ് 70 എന്ന് വരും. അപ്പോൾ 3P is equal to എത്രയാ? 15 വരും. P is equal to 15 divided by 3, that is 5 ആണ് എന്തെന്ന് പറയുന്നത്? 5 ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ, അതേപോലെ നമുക്ക് എന്താ, ജസ്റ്റ് മിസ് ഒന്നുകൂടെ പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ട, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. യെസ്, നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് 85 മൈനസ് P തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ 85 മൈനസ് 5 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 80 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ നമുക്ക് എന്താ 70 പ്ലസ് 2P തന്നെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 70 പ്ലസ് 2 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 70 പ്ലസ് എത്രയാ? 10 വരും. ദാറ്റ് ഈസ് 80. കണ്ടോ, 2 ഇട്ട് കൊടുത്താലും സെയിം തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ നമ്മുടെ അടുത്ത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 5 കണ്ടുപിടിച്ചു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ദ എക്സിസ്റ്റിംഗ് പ്രൈസ് ഇസ് ഹയർ ദാൻ ദി ഇക്വിലിബ്രിയം പ്രൈസ്. നമ്മുടെ മാർക്കറ്റിലെ എക്സിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? ഇക്വിലിബ്രിയം പ്രൈസിലും കൂടുതലാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നാണ് ചോദ്യം. നോക്കിയേ, മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ. ആ കേസ് ആണോ? അതോ മാർക്കറ്റ് സപ്ലൈ ഇസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ്? ആ ഒരു കേസ് ആണോ? അതോ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ ആണോ? അതോ നൺ ഓഫ് ദീസ് ആണോ? യെസ്, നമുക്കറിയാം എന്താണ്? മാർക്കറ്റ് സപ്ലൈ ഇസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ഡു യു മീൻ ബൈ എക്സസ് ഡിമാൻഡ്? എന്താണ് എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയാണ് അല്ലേ? എക്സസ് ആണ്, ഡിമാൻഡ് എക്സസ് ആണ്. ഡിമാൻഡ് കൂടുതലാണ്. എന്തിനേക്കാളും കൂടുതലാണ്? സപ്ലൈനേക്കാളും കൂടുതലാണ് എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതേസമയം എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു കേസിൽ തന്നെ എക്സസ് സപ്ലൈ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പറയുക? യെസ്, ഇവിടെ സപ്ലൈ ആയിരിക്കും കൂടുതൽ. എന്തിലും കൂടുതൽ? ഡിമാൻഡിലും കൂടുതൽ. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചോളൂ. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇൻഡിക്കേറ്റ്സ് ഡാഷ്. P is equal to മിനിമം AC ആണോ? P ലെസ് ദാൻ AC ആണോ? P ഗ്രേറ്റർ ദാൻ AC ആണോ? അതോ നൺ ഓഫ് ദി എബോവ് ആണോ? നമുക്കറിയാം എന്താണ്? നമ്മുടെ പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം ആവറേജ് കോസ്റ്റ് ആണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ഡൗൺ 2 adverse impacts of price ceiling ഓൺ ദി കൺസ്യൂമേഴ്സ്. പ്രൈസ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? പ്രൈസ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് കൊടുക്കുകയാണ്? അപ്പർ ലിമിറ്റ് വെക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സിന് ഇപ്പം അരിയുടെ വില നേരത്തെ 100 രൂപയായിരുന്നു, അത് 150 കൂടി. അപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഒന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് എന്ത് കൊടുക്കുകയാണ്? നേരത്തെ ഉണ്ടായിരുന്ന 100 രൂപ തന്നെ ഒരു ലിമിറ്റായിട്ട് വെക്കുകയാണ്, അപ്പർ ലിമിറ്റായിട്ട് വെക്കുകയാണ്. അതിൽ കൂടുതൽ 1 കിലോ അരിക്ക് ആരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വെക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ എന്തിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ റേഷൻ ഷോപ്സിലൂടെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 അഡ്വേഴ്സ് ഇമ്പാക്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റേഷൻ കടയിൽ പോയി വലിയ ക്യൂ നിൽക്കണം. അപ്പോൾ എന്താണ്? ലോങ് ക്യൂസ് എഴുതാം. ഓക്കെ, ആൻഡ് പിന്നെന്താണ്? ബ്ലാക്ക് മാർക്കറ്റ്, കരിഞ്ചന്തയും നമുക്കിവിടെ എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്? മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, JM കെയ്ൻസ്, JB സെയ്ൻ. നമുക്കറിയാം ആരാണ്? JM കെയ്ൻസ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ
ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൂ ഇസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? മോഡേൺ എക്കണോമിക്സിന്റെ ഫൗണ്ടിങ് ഫാദർ എന്ന് ചോദിച്ചാൽ ആരാണ്? ആഡം സ്മിത്ത് ആണോ, ജെഎം കെയ്ൻസ് ആണോ, ആൽഫ്രഡ് മാർഷൽ ആണോ, പോൾ എ സാമുവൽസൺ ആണോ? നമുക്കറിയാം ആരാണ്? ആഡം സ്മിത്ത് ആണ് നമ്മുടെ മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ജെഎം കെയ്ൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്? മാക്രോ എക്കണോമിക്സ്, വെൽഫെയർ എക്കണോമിക്സ്, എൻവയൺമെന്റൽ എക്കണോമിക്സ്, ബിഹേവിയറൽ എക്കണോമിക്സ്. നമുക്കറിയാവുന്ന ചീള കേസിൽ എന്താണ്? മാക്രോ എക്കണോമിക്സ് ആണ് ആദ്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജെഎം കെയ്ൻസ് ചേട്ടനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വായിക്കുക, 1 മാർക്ക് പോകാനൊക്കെ ചാൻസ് ഇങ്ങനെ ആയിരിക്കും. വിച്ച് ഇസ് നോട്ട്, ഇതിനകത്ത് ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദ്യം കേട്ടോ. നോക്കിയേ, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഓക്കെ, പ്രോഫിറ്റ് മോട്ടീവ്, പ്ലാനിങ് മെക്കാനിസം, പ്രൈസ് മെക്കാനിസം. നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഫുൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്? അല്ല, അവരുടെ ലാഭത്തിന് വേണ്ടി, അല്ലെ, ഓരോ ഇൻഡിവിജ്വൽസിന്റെ ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുന്നത്. അവിടെ മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് വല്ലതാണോ ചെയ്യുന്നത്? അല്ല. ഇപ്പം എന്താണ് ഇവിടുത്തെ ഫീച്ചർ അല്ലാത്ത ഏതാണ്? പ്ലാനിങ് മെക്കാനിസം ആണ് അല്ലാത്തത്. പ്ലാനിങ് മെക്കാനിസം എന്ന് പറയുന്നത് എന്തിൻ്റെ ഫീച്ചറാണ്? നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഫീച്ചറാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ ടോപ്പിക് ഓഫ് മാക്രോ എക്കണോമിക്സ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഏതിലാണെന്നാണ് പറയുന്നത്? നോക്കിയേ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഇൻകം ഡിറ്റർമിനേഷൻ, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, പ്രൈസിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. യെസ്, നമുക്കറിയാം ഏതാണ്? ഇൻകം ഡിറ്റർമിനേഷൻ ആണ് ഇതിൽ നമ്മുടെ എന്തെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? ക്വസ്റ്റ്യൻ മാർക്കിന്റെ കേസിൽ എന്താണ് വരിക എന്നാണ് ചോദ്യം. നോക്കിയേ, വെൽത്ത് ഓഫ് നേഷൻസ് നമ്മുടെ ആഡം സ്മിത്ത് ചേട്ടൻ്റെ ബുക്കാണ് അല്ലേ? യെസ്, നമുക്കറിയാം ആഡം സ്മിത്ത് ചേട്ടൻ്റെ ബുക്കാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അതിൻ്റെ അടുത്ത് നോക്കിയേ, ജനറൽ തിയറി, അത് നമ്മുടെ ആരുടെ ബുക്കാണ്? നമ്മുടെ ജെഎം കെയ്ൻസ് ചേട്ടൻ്റെ ബുക്കാണ്. ആഡം സ്മിത്ത് ചേട്ടൻ്റെ ബുക്ക് 1776 ആണെന്ന് പറഞ്ഞു. നമ്മുടെ ജെഎം കെയ്ൻസ് ചേട്ടൻ്റെ ബുക്ക് ഏത് വർഷത്തിലാണ്? 1936 കേട്ടോ, 1936. അതിൻ്റെ അടുത്ത് നോക്കിയേ, ഡാഷ് ഇക്കോണമി ആസ് എ ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ മൈക്രോ എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായിരിക്കും? ഓഫ് കോഴ്സ് മക്കളെ മാക്രോ ആയിരിക്കത്തില്ല. യെസ്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഇക്കോണമി ആസ് എ ഹോൾ ആഗ്രിഗേറ്റ് സ്റ്റഡിയാണ് അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ. ആൻഡ് നിങ്ങളോട് ചോദിക്കാൻ മറ്റൊരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയായിരിക്കും ചോദിക്കുക? വിച്ച് ഈസ് ദ ബുക്ക് ദാറ്റ് ഈസ് റിട്ടൺ ബൈ ഹു? അല്ലെങ്കിൽ ചോദിക്കും വിച്ച് ബുക്ക് ഈസ് റിട്ടൺ ബൈ ആഡം സ്മിത്ത് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് എഴുതുക. വെൽത്ത് ഓഫ് നേഷൻസ്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഹൂ ഇസ് ദ ഓഥർ ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്? അപ്പോൾ ആഡം സ്മിത്ത് എന്ന് എഴുതുക. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? വിച്ച് ബുക്ക് ഈസ് റിട്ടൺ ബൈ ജെഎം കെയ്ൻസ് എന്ന് ചോദിക്കാം. അപ്പോൾ ജനറൽ തിയറി എന്ന് എഴുതാം. അല്ലെങ്കിൽ ചോദിക്കും ജനറൽ തിയറി ഈസ് എ ബുക്ക് വിച്ച് ജനറൽ തിയറി ഈസ് റിട്ടൺ ബൈ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ജെഎം കെയ്ൻസ് എന്ന് എഴുതും. ഓക്കെ, അങ്ങനെയെങ്കിൽ മിസ് താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവുകയാണ്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. നമ്മുടെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ 2 ഫീച്ചേഴ്സ് നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ അതൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ എക്സാം അടിച്ച് പൊളിച്ച് സെറ്റാക്കി എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.